ഈ കാണുന്ന എക്സൽ വർക്ക്ഷീറ്റിൽ ലയണൽ മെസ്സി എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു സെല്ലിൽ മൗസ് വെക്കുന്ന സമയത്ത് മെസ്സിയുടെ ആ ഒരു പിക്ചർ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. അതുപോലെ താഴെയുള്ള സെല്ലുകളിലും മൗസ് വെക്കുന്ന സമയത്ത് അതാത് പിക്ചറുകൾ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. മൈക്രോസോഫ്റ്റ് എക്സലിൽ കമൻറ്റ് ബോക്സിൽ എങ്ങനെയാണ് ഇതുപോലെ പിക്ചർ ഇൻസേർട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ ലയണൽ മെസ്സി എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു സെല്ലിൽ കമൻറ്റ് ബോക്സിൽ പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓപ്പണായി വന്ന ഈ ഒരു വിൻഡോയിൽ ഞാൻ ന്യൂ നോട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു കമൻറ്റ് ബോക്സ് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഈ ഒരു കമൻറ്റ് ബോക്സിൻ്റെ സൈസ് ഞാൻ കറക്റ്റ് സ്ക്വയറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു കമൻറ്റ് ബോക്സിൻ്റെ കോർണറിൽ വന്നിട്ട് ഞാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് കമൻറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പണായി വന്ന ഫോർമാറ്റ് കമൻറ്റ് എന്നുള്ള ഈ ഒരു വിൻഡോയിൽ കളേഴ്സ് ആൻഡ് ലൈൻസ് എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം കളർ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഈ കളർ സെലക്ട് ചെയ്യുന്നതിൻ്റെ താഴെയായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ഫിൽ എഫക്ട്സ് എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഫിൽ എഫക്ട്സ് വിൻഡോ ഇനേബിൾ ആയത് കാണാം. ഈ ഒരു വിൻഡോയിൽ ഈ ഭാഗത്ത് കാണുന്ന പിക്ചേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം സെലക്ട് പിക്ചർ എന്നുള്ള ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഇൻസേർട്ട് പിക്ചേഴ്സ് എന്നുള്ള ഒരു വിൻഡോ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഈ ഒരു വിൻഡോയിൽ ഫ്രം എ ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പി സിയിൽ ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഫോൾഡറിലുള്ള ഈ ഒരു മെസ്സിയുടെ പിക്ചർ ഞാൻ സെലക്ട് ചെയ്തു. ശേഷം ഇൻസേർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് പ്രസ് ചെയ്തു. ഈ ഒരു വിൻഡോയും ഓക്കെ എന്ന് കൊടുത്ത് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഒരു ലയണൽ മെസ്സി എന്നുള്ളതിൻ്റെ നേരെ നമ്മൾ കർസർ വെക്കുന്ന സമയത്ത് ആ ഒരു കമൻറ്റ് ബോക്സിലുള്ള പിക്ചർ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. താഴെയുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു സെല്ലിലും ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഇത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ന്യൂ നോട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈസ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഫോർമാറ്റ് കമൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഫോർമാറ്റ് കമൻറ്റ് എന്നുള്ള ഈ ഒരു വിൻഡോയിൽ കളേഴ്സ് ആൻഡ് ലൈൻസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. കളർ എന്നുള്ള ഭാഗത്ത് വന്ന് ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഫിൽ എഫക്ട്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഫിൽ എഫക്ട്സ് എന്നുള്ള വിൻഡോയിൽ ഞാൻ പിക്ചർ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം സെലക്ട് പിക്ചേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫ്രം എ ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഞാൻ ഓക്കെ എന്ന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സെല്ലിൽ കമൻറ്റ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് F2 എന്ന് യൂസ് ചെയ്യാം. അതിനുശേഷം നേരത്തെ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു സെയിം മെത്തേഡ് ഉപയോഗിച്ച് ഞാൻ ബാക്കി സെല്ലുകളെല്ലാം ഇതേപോലെ പിക്ചർ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് എക്സലിൽ കമൻറ്റ് ബോക്സിൽ എങ്ങനെയാണ് പിക്ചർ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എക്സലിനെ കുറിച്ചുള്ള മലയാളം വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.